ഗാസയിൽ ഹമാസിന്റെ അവസ്ഥ എന്താണ്? ഇസ്രായേലിന് പൂർണ്ണമായും ഗാസയിൽ നിന്ന് ഹമാസിനെ തുടച്ചു നിൽക്കാൻ കഴിഞ്ഞോ? ഇത് സംബന്ധിച്ച് പ്രമുഖ മാധ്യമം ദി ടൈംസിൽ വന്നൊരു റിപ്പോർട്ട് ചർച്ചയാകുന്നു. പൂർണ്ണമായും ആയുധം വെച്ച് കീഴടങ്ങാൻ യുഎസിന്റെ നേതൃത്വത്തിൽ ഹമാസിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതിനിടെ രഹസ്യമായി ഹമാസ് ആയുധങ്ങൾ ശേഖരിക്കുന്നതായി ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഹമാസ് സീക്രട്ട്ലി സ്റ്റോക്ക് പൈലിംഗ് സിവിലിയൻ വെപ്പൺസ് ഇൻ ഗാസ എന്ന തലക്കെട്ടോടെയാണ് ടൈംസ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. യുഎസിന്റെ നേതൃത്വത്തിലുള്ള സമാധാന പദ്ധതിയുടെ ഭാഗമായ നിരായുധീകരണം ഒഴിവാക്കാൻ ഹമാസ് ശ്രമിക്കുന്നതായി ഇസ്രായേലും ആരോപിക്കുന്നു. ആയുധം ഉപേക്ഷിക്കാൻ ഇസ്രായേൽ ഹമാസിന് 60 ദിവസം നൽകുമെന്ന് ഇസ്രായേൽ അധികൃതർ അറിയിച്ചു. ഈ സമയത്തിനുള്ളിൽ നിരായുധീകരണത്തിന് ഹമാസ് വഴങ്ങിയില്ലെങ്കിൽ ഗാസയിൽ സൈനിക നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു മുതിർന്ന അഡ്വൈസർ വ്യക്തമാക്കി. റൈഫിളുകൾ കൈവശം വയ്ക്കാൻ ഹമാസിന് അനുമതി നൽകിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ നിരായുധീകരണ പ്രക്രിയയുടെ ഭാഗമായി ഹമാസിന് ചെറിയ ആയുധങ്ങൾ ഉൾപ്പെടെ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. പിന്നാലെയാണ് വിശദീകരണവുമായി ക്യാബിനറ്റ് സെക്രട്ടറി യോസി ഫ്യൂസ് എത്തിയത്. സമ്പൂർണ്ണ നിരായുധീകരണത്തിന് ട്രംപ് ഭരണകൂടം ഹമാസിന് 60 ദിവസം നൽകിയിട്ടുണ്ടെന്നും അതിനെ ഇസ്രായേൽ സർക്കാർ ബഹുമാനിക്കുകയാണെന്നും ഫ്യൂസ് പറഞ്ഞു. 60 ദിവസത്തെ കാലയളവ് എപ്പോൾ ആരംഭിക്കുമെന്ന് തനിക്ക് ഉറപ്പില്ലെന്ന് ഫ്യൂസ് വ്യക്തമാക്കി. പക്ഷേ വ്യാഴാഴ്ചത്തെ ബോർഡ് ഓഫ് പീസ് കോൺഫറൻസോടെ സമയപരിധി ആരംഭിച്ചേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സമയപരിധിക്കുള്ളിൽ ഹമാസിന് റൈഫിളുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ആയുധങ്ങളും ഉപേക്ഷിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. AK-47 തോക്കുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും പൂർണ്ണമായും ഹമാസിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ ഇസ്രായേലിലെ KN ന്യൂസിനെ ഉദ്ധരിച്ച് ഒരു റിപ്പോർട്ട് കുറച്ചുനാൾ മുമ്പ് ജെറുസലേം പോസ്റ്റ് പുറത്തുവിട്ടിരുന്നു. ഹമാസ് രഹസ്യമായി ആയുധങ്ങൾ ശേഖരിക്കുന്നതായാണ് ഈ റിപ്പോർട്ടും പറയുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിലും യമനിലും ഹമാസിനോട് അനുഭാവം പുലർത്തുന്ന മറ്റു രാജ്യങ്ങളിലും ഹമാസ് ആയുധങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് KN ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേലും ഹമാസും തമ്മിൽ US മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാർ പ്രകാരം ഹമാസ് ആയുധങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കണം. സമ്പൂർണ്ണ നിരായുധീകരണമാണ് കരാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനെ ഹമാസ് ലംഘിക്കുന്നതായാണ് ക്യാൻ ന്യൂസിൻ്റെയും ഇപ്പോൾ ടൈംസിൻ്റെയും റിപ്പോർട്ടുകൾ പറയുന്നത്.